എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റു. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് നിലവിൽ പാംപ്ലാനി. ഈ ചുമതലയ്ക്കൊപ്പമാണ് അധിക ചുമതല. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ രാജിവെച്ച ഒഴിവിലാണ് നിയമനം. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, ഇന്നലെയായിരുന്നു ഈ ഒരു നിയമനം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. അതിൻ്റെ ഔദ്യോഗികമായി തന്നെയാണ് ഈ ചുമതല ഏൽക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ പുലർച്ചെ മുതൽ ആരംഭിച്ച വലിയ സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്കും എല്ലാം നയിച്ച പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പിന്നീട് പുതിയ ചുമതല വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതല ഏൽക്കുകയും എല്ലാം ചെയ്തത്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് നിലവിൽ പാംപ്ലാനി. ഒരു സമവായം അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിലാണ് ഇത്തരമൊരു നിയമനത്തിലേക്ക് കടന്നത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂർ രാജിവെച്ച ഒഴിവിലായിരുന്നു ഈ ഒരു പുതിയ നിയമനം നടക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്നലെ നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 21 വൈദികർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് 4 കേസുകളാണ്, വ്യത്യസ്ത കേസുകളാണ്. അതിൽ ഒരു കേസിൽ 21 വൈദികരും മറ്റൊന്നിൽ 20 വൈദികരും പ്രതികളായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ബോസ്കോ പുത്തൂർ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരെല്ലാവരും തന്നെ ചർച്ചകളുടെ ഭാഗമായും പുതിയ ചുമതലയേൽക്കലിന്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് അകത്ത് കയറുന്നതിനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ, നടപടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു സംഘർഷത്തിന്റെ സാധ്യതകൾ ഏതാണ്ട് അയഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്ന് കാര്യമായ പ്രതിഷേധ സമരങ്ങളോ ഒന്നും തന്നെ ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് തന്നെ വലിയ ഒരു പോലീസ് സന്നാഹത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാൻ ഉള്ള അവസരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി നൽകുന്നതിന് വേണ്ടി വൈദികരെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പുതിയ ചുമതല ശേഷമുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അനുബന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് പുലർച്ചെ മുതൽ രാത്രി വരെ നീണ്ട സംഘർഷങ്ങൾക്കും ഒപ്പം തന്നെ തർക്കങ്ങൾക്കും എല്ലാം പരിഹാരമാകുന്നു എങ്കിൽ കൂടി കേസെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനെതിരായ ഒരു പ്രതിഷേധം എല്ലാം തന്നെ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെല്ലാം സംബന്ധിച്ച് എന്തെല്ലാം പ്രതികരണങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്. ഈ ഒരു മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ഉള്ള ഒരു പ്രതികരണം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. കാരണം സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും ബിഷപ്പ് ഹൗസ് തന്നെ സംഘർഷ കേന്ദ്രമായതുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ട് എന്താണ് മേജർ ആർച്ച് ബിഷപ്പിന് പറയാനുള്ളത് എന്നത് സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വിശദീകരണവും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും എന്താണ് എന്നത് തന്നെയാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഒരു പരസ്യമായ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം തയ്യാറായി വന്നിരിക്കുന്നത്. ഇതിനിടയിൽ DCP അശ്വതി ജിജി അടക്കമുള്ളവർ ബിഷപ്പ് ഹൗസിൽ എത്തിയിരുന്നു. അവർ ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തി. കാരണം മറ്റൊരു പ്രശ്നത്തിനുള്ള സാധ്യതകൾ എത്രമാത്രമാണ് എന്നതായിരുന്നു പ്രധാനമായും പരിശോധിച്ചിരുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. പുതിയ ചുമതല ഏൽക്കലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ചുമതലയേൽക്കലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന കേസുകളെല്ലാം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് വിശ്വാസികൾ ആരും തന്നെ ഈ പ്രദേശത്ത് വലിയ തോതിൽ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളുമായോ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അവരുടെ ആവശ്യങ്ങൾ, ഇന്നലെ മുതൽ അവർ ഉയർത്തിയ ആവശ്യങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചുമതലയിൽ നിന്ന് ഉള്ള മാറ്റം അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഒഴിയണം എന്നതായിരുന്നു. ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പാംപ്ലാനി പുതിയ ചുമതല വഹിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന ഒരു ഉറപ്പ് അവരിൽ നിന്ന് ലഭിക്കുകയും എല്ലാം ചെയ്ത പശ്ചാത്തലത്തിലും വത്തിക്കാൻ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലും എല്ലാമാണ് താൽക്കാലികമായി പ്രശ്നപരിഹാരമായിരിക്കുന്നത്. എന്നാൽ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഒരു തർക്കങ്ങൾ, ഒപ്പം തന്നെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനെതിരായ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ്
ഇപ്പോൾ ഈ സമരരംഗത്തുള്ള വൈദികർ, പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന വൈദികരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, അവരത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്നൊരു പരാതിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോൾ തന്നെ പരസ്യമായ മറ്റു പ്രതിഷേധങ്ങൾക്ക് ഒരു ശമനം ആകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. സാധാരണ നിലയിൽ ഇന്നലെ വൈദികരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ സങ്കീർണവും കൂടുതൽ രൂക്ഷിതവുമാകുമായിരുന്നു പള്ളികളെല്ലാം തന്നെ, ഓരോ ഇടവക പള്ളികളും. എന്നാൽ അവിടെ പോലീസ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം ആളുകളെ വിട്ടയക്കുക, അതായത് അവിടെ വെച്ച് തന്നെ ഈ ബിഷപ്പ് ഹൗസിലും പള്ളി കോമ്പൗണ്ടിലും എല്ലാം വെച്ച് തന്നെ അറസ്റ്റുകൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്നൊരു നയപരമായ നീക്കം മാത്രമാണ് നടത്തിയത്. കാരണം വാഹനങ്ങളിൽ വൈദികരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷവും അവർ ജാമ്യം എടുക്കാതെ ജയിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും എല്ലാം ഉണ്ടായാൽ പ്രശ്നങ്ങൾ ആളിക്കെത്താനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. എന്നാൽ ഇതിനിടയിലും ചില സംഘർഷങ്ങൾ ഉണ്ടായി. തങ്ങളെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണമെന്നും അറസ്റ്റ് ചെയ്ത ശേഷം തങ്ങൾ റിമാൻഡിലാകാൻ തയ്യാറാണ് എന്നെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള വൈദികരുടെ പ്രതിഷേധങ്ങളും ബിഷപ്പ് ഹൗസിലേക്ക് തള്ളിക്കയറാനുള്ള നീക്കങ്ങളും എല്ലാം തന്നെ വൈദികർ നടത്തി. അവിടെയും ചില സംഘർഷങ്ങൾ ഉണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. പോലീസിന് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. അതിൽ ചില വൈദികർക്ക് പരിക്കേറ്റു എന്ന കാര്യം ഈ സമരരംഗത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് നിർണായകമായ ചില നീക്കങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്തത്. ഞായറാഴ്ച ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെ ബിഷപ്പ് ഹൗസിൽ എത്തുന്നു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒപ്പം തന്നെ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതല ഏറ്റുകൊണ്ട് ഇനിയുള്ള കർത്തവ്യം അല്ലെങ്കിൽ ഇനിയുള്ള പ്രശ്നങ്ങൾക്ക് അത് അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം എത്രമാത്രം പരിഹാരമുണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. കാരണം ചുമതലയേറ്റതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരു വിശദീകരിക്കുക. മാത്രമല്ല ഇന്നലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ അടക്കം നടന്നിട്ടുള്ള കയ്യേറ്റങ്ങൾ അത് തങ്ങളെയും വേദനിപ്പിക്കുന്നത് തന്നെയാണ് എന്നാണ് ഈ സഭാ നേതൃത്വം എടുത്തൊരു നിലപാടും അവരുടെ ഒരു വിശദീകരണവും എല്ലാം തന്നെ അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുത്തുന്ന പ്രതികരണങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കരുതാനും കഴിയും. അതെ ജിജീഷ്, എന്തായാലും തുടരുക. നമുക്ക് പ്രതികരണം ലഭ്യമാകുന്നതിന് അനുസരിച്ച് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റു. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് നിലവിൽ പാംപ്ലാനി. ഈ ചുമതലയ്ക്കൊപ്പമാണ് അധിക ചുമതല. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ രാജിവെച്ച ഒഴിവിലാണ് നിയമനം.